പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി അത്ര പോരാന്ന് തോന്നിയത്. എങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്തേക്കാമെന്ന് വെച്ചേ. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളതിനി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഫുള്ളി വുഡനിലാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. ഇത് പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഹാൻഡിലെ പിടിച്ച് തള്ളിക്കൊണ്ട് നടന്നോളും. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു നടക്കാനുള്ള ടെൻഡൻസി കാണിച്ചോളും. ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ഒരു റിട്ടേണിങ് പ്രോഡക്റ്റ് റിവ്യൂ ആണ് കേട്ടോ. കാരണം ഞാൻ ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്തു, അതിൻ്റെ പൈസയും നമ്മുടെ അക്കൗണ്ടിൽ വന്നേ. അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോ എടുത്തായിരുന്നു, എങ്കിൽ പിന്നെ അതൊന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഒന്ന് വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചാണേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ അൺബോക്സ് ചെയ്യുകയാണേ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. അതിനുള്ളിൽ ഒരു ബോക്സ് കൂടെ വന്നിട്ടുണ്ടേ. നമുക്ക് ആ ബോക്സ് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 1000 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റ് എന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. കൊച്ചിന് വേണ്ടി വാങ്ങിച്ചൊരു വോക്കറാണ് കേട്ടോ. വുഡിൻ്റെ ആണേ. പരസ്യത്തിലൊക്കെ കാണാൻ മേലായിരുന്നോ ഇങ്ങനത്തെ ടോയ്. അപ്പം അതൊന്ന് വാങ്ങിച്ചു നോക്കിയാണ്. എല്ലാം കൂടെ 4 പീസാണ് ഏകദേശം ഉള്ളത്. നമ്മളതെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അവരതിൻ്റെ സ്ക്രൂ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളതിനി സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഫുള്ളി വുഡനിലാണ് കേട്ടോ അവർ ചെയ്തേക്കുന്നത്. ഏതായാലും പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി അത്ര പോരാന്ന് തോന്നിയത്. എങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്തേക്കാമെന്ന് വെച്ചേ. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചാണേ. അപ്പം ഇതാണ് അതിൻ്റെ ആദ്യത്തെ പാർട്ട് വരുന്നത്. ഇതിലെല്ലാം നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുന്നത്, അതിനുള്ള ആ സ്ക്രൂ ഇടേണ്ട ആ ഹോളെല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടേ. അതെല്ലാം ഓക്കെയാണ് കേട്ടോ. സ്ക്രൂ ഇടേണ്ട ആ ഹോള് കാര്യങ്ങളെല്ലാം കറക്റ്റാണേ. അപ്പോൾ ഇതാണ് 2 ആ പീസ്. അപ്പോൾ നമുക്ക് ആ പീസ് എടുക്കുക. അതിങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ 3 ഹോളിലാണത് സ്ക്രൂ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അത് വരേണ്ടത് ഇങ്ങനെയാണ്. ഒരു പെൻസിലിന് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങ് സ്ക്രൂ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സ്ക്രൂ എടുത്തു. നമ്മളിനി സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. സ്ക്രൂ ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിൽ മെഷീനൊന്നുമില്ല, നമ്മൾ സാധാ സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ആ ചേർച്ചക്കുറവും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സ്ക്രൂ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം 3 സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ സെക്കൻഡ് പീസ് എടുത്ത് ഇതുപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് വേണം സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ. നമ്മൾ കൈകൊണ്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തപ്പം അങ്ങനെ സെറ്റായിട്ടിരുന്നില്ല. അതെന്തെങ്കിലും നമ്മൾ ആ മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്യേണ്ടി വരും. അതിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മൊത്തം ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജോയിൻ്റ് എല്ലാം ഒന്ന് ശരിക്കും ചേർന്നിട്ടില്ല. നമുക്കിനതെല്ലാം ചേർക്കണം. പിന്നെ റിട്ടേൺ ചെയ്യുന്നതായതുകൊണ്ട് പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത പീസ് കൂടെ എടുക്കണം. 3 ആ പീസാണ് എടുക്കേണ്ടത്. അതിങ്ങനെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യണേ. 2 ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. 2 സ്ക്രൂ അവിടെ കൊടുക്കുക. ഇത് ഫ്രണ്ട് പോർഷൻ്റെ വീലാണേ. സ്ക്രൂ 2 ഇട്ട് ഇത് ടൈറ്റ് ചെയ്യുക. ആ ഫ്രണ്ട് പോർഷനും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെയും ജോയിൻറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ അടുത്ത പീസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഹാൻഡിൽ പീസാണ്, അതുകൂടെ ഉള്ളൂ. അതുകൂടെ നമുക്ക് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. 2 സ്ക്രൂ ആണ് അവിടെയും വേണ്ടത്. ഇതുപോലെയാണ് അത് വരുന്നത്. ഇനി നമുക്ക് ഓരോ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അവസാനത്തെ ലുക്ക്. ഇങ്ങനെയാണ് വോക്കർ. അപ്പോൾ ഇത് പിള്ളേർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഹാൻഡിലെ പിടിച്ച് തള്ളിക്കൊണ്ട് നടന്നോളും. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ അവർ ആ ഒരു നടക്കാനുള്ള ടെൻഡൻസി കാണിച്ചോളും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.